ഈ കാണുന്നതാണ് പാർക്ക് എന്ന് പറഞ്ഞത് സ്ഥലം. നിങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. എത്രയോ ആൾക്കാരാണ്. എനിക്ക് തൊഴിലുറപ്പിൽ പണിയില്ലാത്തപ്പോൾ ഞാൻ വന്നു കാഞ്ഞമുറ്റത്ത് കാഞ്ഞമുറ്റത്തൊക്കെ വരുമ്പോൾ ഇവിടേക്കൊക്കെ വെള്ളമുണ്ട്. ഇവിടെ കിടക്കലൊക്കെ ഉണ്ട്. ഒരു ദിവസം ഞാൻ കള്ളക്കളിച്ചോടെ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നു. രാത്രി ആയും ചെയ്ത് ഇവിടെ കിടന്നും ചെയ്ത് അവന് ബസ്സിലും ട്രെയിനൊന്നും പോകാൻ പറ്റില്ല. നേരെ മുറ്റത്ത് പോകാൻ ഭയങ്കര മൂലക്കൊണ്ട് അസുഖമായിരുന്നു എനിക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വേദന സഹിച്ചിട്ട് ഇങ്ങനത്തെ ഇതിലാണ് കഴിഞ്ഞ് നേരെ മുറ്റത്തേക്ക് ഇവിടെ ഒരു മുടി നീട്ടിയിട്ട് പിന്നെ അതുപോലെ മാല ഇട്ടിക്കാണ്ട് ഒരു ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ട് ഈ ഫോണില്ല, വേറെ ഒരു ഫോണ് പിന്നെ ഫോൺ പിടിച്ചിക്കാണ്ട് തരാനേക്കാണ്ട് ഫോൺ പിടിച്ചിക്കാണ്ട് തരാറിനേക്കാണ്ട് ഫോൺ വരും. അതിനകത്ത് ഫോൺ പിടിച്ചിക്കാണ്ട് തരുമെന്ന് വിചാരിച്ചു. തന്നില്ല. സിമ്മൊക്കെ ഉപയോഗിക്കാണ്ടിരിക്കുക, സിമ്മൊക്കെ തരണം. അപ്പം അതിൻ്റെ വേറെ ആളെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇന്നെ കിട്ടായിട്ട് നമുക്ക് വേദന. ഞാനാണെങ്കിൽ എൻ്റെ ഫോണ് കത്തിച്ച് പോയിട്ട് ആകെ ഇതായിട്ട് പിന്നെ അതേമാതിരി ഒന്നും ഇല്ലാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന. ഞാൻ എവിടേക്ക് പോവാമെങ്കിലും പ്രാർത്ഥിച്ചിക്കാണ്ട് ഇറങ്ങല്. അള്ളാഹും റസൂലൊക്കെ എന്നെ കൂടെ ഉണ്ട്. അള്ളാഹും റസൂലും കൂടെ ഉണ്ടായിട്ടും ഇങ്ങനെ തന്നെയാണ് എനിക്ക് സംഭവിച്ചത്. ഇന്നത്തെ പെരക്കാരൊക്കെ ഒന്നും പറയാത്തൊന്നുമില്ല. പത്തിച്ച് പോകാൻ വേണ്ടിയിട്ടല്ല ഇത് അവിടെ പോയത്, എന്തിനാണ്ടൊക്കെ പോയത്. ഈ കാണൊക്കെ പുഴ, ഇവിടെയൊക്കെ കുറേ ആൾക്കാർ ഒന്നും ഇരിക്കലുണ്ട്. ഇത് നിങ്ങൾ വീഡിയോ ഞാൻ ചെയ്ത വീഡിയോ ഒക്കെ നിങ്ങൾ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അയച്ചു കൊടുക്കുക. ഇനി പുതിയൊരു വീഡിയോ വരാമെങ്കിൽ ഞാൻ ഫേസ്ബുക്ക് കൂടെയും യൂട്യൂബ് കൂടെ ഞാൻ അറിയിച്ചു. ഇപ്പോൾ ഞാൻ വിടുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. നിങ്ങൾ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വാട്സപ്പിലുള്ളവർക്കൊക്കെ ഗ്രൂപ്പുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. ആദ്യമൊക്കെ എസ്സന് ആവേണ്ടതാണ്. എൻ്റെ ഒരു ഫേസ്ബുക്കിലും യൂട്യൂബിലും എൻ്റെ പേരുണ്ട്. സ്വന്തമായിട്ടുള്ളൊരു ഇത് തുടങ്ങിയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്തി.